എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചനച്ച ചക്ക തേങ്ങ ചേർത്ത് ആവിയിൽ പുഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ നീളത്തിൽ അരിഞ്ഞ ചക്ക ഉപ്പ് പുരട്ടി ആവിയിൽ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം വെന്ത് വരുന്ന ഒരു രൂപമായിട്ടുണ്ട്. അപ്പോൾ ഇത് മുക്കാൽ വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ കൂടി ചേർത്ത് തേങ്ങ ഇതിൽ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് ഒരു സെക്കൻഡ് കൂടി നമ്മൾ വേവാൻ വേണ്ടി വെക്കണം. ഇന്നത്തെ കാലത്ത് ചക്കയൊക്കെ എടുത്ത് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് വിശപ്പ് മാറ്റാൻ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമായിരുന്നു, ഒരു പ്രധാന വിഭവം തന്നെയായിരുന്നു ചക്ക. ഇപ്പോൾ എനിക്ക് ഇത്തവണ കിട്ടിയ ആദ്യത്തെ ചക്കയാണ്. അതുകൊണ്ട് അത് വരിക്കച്ചക്കയാണ് ഏറ്റവും ടേസ്റ്റി. വരിക്കച്ചക്ക നല്ല മൂത്ത വരിക്കച്ചക്ക എടുത്തിട്ട് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞരിഞ്ഞ് ആവിയിൽ പുഴുങ്ങണം. പുഴുങ്ങി മുക്കാൽ വേവ് ഞാൻ പറഞ്ഞല്ലോ, അതിലോട്ട് തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ഈ ഒരു സ്നാക്സ് തന്നെയാണ് ഇത്. നമുക്ക് കാപ്പി, കട്ടൻ ചായ, പാൽ ചായ എന്തിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു നാടൻ വിഭവമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി ചക്കയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ചക്കയുടെ പല വെറൈറ്റിയും ഞാൻ ഉണ്ടാക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സമയം കിട്ടുമ്പോഴൊക്കെ. ഹെൽത്തി ഫുഡല്ലേ, ഒരു മായം ഒന്നുമില്ല, നാച്ചുറൽ ഫുഡ്, ഹെൽത്തി ഫുഡ്, ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്, ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന ഓരോരോ ടിപ്സുകളും അവർക്കും നോക്കിയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.